നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 3000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ദുരന്തം വീണ്ടും കൺതുറക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ ശാസ്ത്രലോകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. തന്നെ ഏറ്റവും കൃത്യമായ ലക്ഷണം ഗവേഷകർ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ അഗ്നിപർവ്വതങ്ങളിലൊന്നായ ടങ്കുറാഹ്യുവയെ കുറിച്ചാണ് ഗവേഷകരുടെ ഇപ്പോൾ പുറത്തുവരുന്ന മുന്നറിയിപ്പ് എന്നത്. ഇക്വഡോറിലെ പ്രശസ്ത അഗ്നിപർവ്വതമായ ഇതിന് തീ നിറച്ച കഴുത്തെന്നും കറുത്ത രാക്ഷസനെന്നുമൊക്കെയാണ് വിളിപ്പേര്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന വിധം സജീവമായതിനാലാണ് തീ നിറച്ച കഴുത്തെന്ന് ഇതിനെ വിളിക്കുന്നത് തന്നെ. ആൻഡീസ് പർവ്വതനിരകളുടെ ഭാഗമാണ് ഈ അഗ്നിപർവ്വതം എന്നതും ഓർത്തുകൊള്ളുക. എന്നാൽ ആൻഡീസിലെ മറ്റിടങ്ങളിലെ പോലെ മഞ്ഞു നിറഞ്ഞതല്ല ടങ്കുറാഹ്യുവ. അഗ്നിപർവ്വതത്തിലെ ചൂട് തന്നെ പ്രധാന കാരണം. മഞ്ഞില്ലാത്ത പർവ്വതമായതിനാലാണ് നിറത്തിലൂടെ കറുത്ത രാക്ഷസൻ എന്ന പേര് വീണത്. സജീവ അഗ്നിപർവ്വതമായതിനാൽ തന്നെ ഗവേഷകർ വർഷങ്ങളായി ഇതിനെ നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം കണ്ടെത്തിയത്. പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇടിഞ്ഞ് അതിന്റെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു. അഗ്നിപർവ്വതത്തിനകത്തെ മാഗ്മയിലുണ്ടാകുന്ന മാറ്റമാണ് ഇതിനെ കാരണമെന്നാണ് കരുതപ്പെടുന്നത് തന്നെ. സൗത്ത് അമേരിക്കാസ് അഗ്നിപർവ്വതങ്ങൾക്കുള്ളിൽ ആഴത്തിൽ മാഗ്മ അറവുകളുണ്ട്. ചുട്ടുപഴുത്ത പാറ ഉരുകിയാണ് മാഗ്മ രൂപം കൊള്ളുന്നത്. ഈ മാഗ്മ അറയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ ഈ മാഗ്മ അല്പാൽപമായി പുറത്തേക്ക് ഒഴുകും. ഇതുവഴി അഗ്നിപർവ്വതത്തിനകത്ത് ഒരുതരം ബാലൻസിംഗ് രൂപപ്പെടുത്തുന്നുണ്ട്. എന്നാൽ രൂപപ്പെടുന്ന മാഗ്മയുടെ പുറത്തേക്ക് പോകുന്ന മാഗ്മയുടെയും അളവ് വ്യത്യാസപ്പെടുന്നതോടെ ഈ ബാലൻസിംഗ് നഷ്ടമാകുന്നു. അതിന്റെ ഫലമായാണ് പടിഞ്ഞാറൻ ഭാഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും UK-യിലുള്ള എക്സെറ്റർ സർവകലാശാല ഗവേഷകർ പറയുന്നത് തന്നെ. അതോടൊപ്പം തന്നെ 1999 മുതൽ സജീവമായി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന സൂചന നൽകുന്നുണ്ട് ടങ്കുറാഹ്യുവ. ആ വർഷം പുറത്തേക്ക് പ്രവഹിച്ച പാറയും ലാവയും ചാരവുമെല്ലാം ഭീതി പടർത്തുന്നതോടെ പ്രദേശത്തെ 1.25 ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിക്കേണ്ടി വന്നത്. 2013-ലും 2014-ലും ചെറിയ തോതിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രശ്നം ഗൗരവമാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് ഒരു കാരണവും അവർ പറയുന്നു. ഇതിനു മുൻപ് പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം ഇടിഞ്ഞത് 3000 വർഷം മുമ്പാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ടങ്കുറാഹ്യുവ പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വതത്തിൽ നിന്നാണ് അന്ന് മണ്ണും പാറയും മഞ്ഞും വെള്ളവും ലാവയുമെല്ലാം ഒഴുകിപ്പരുന്നത്. 30 ചതുരശ്ര മൈൽ പ്രദേശത്താണ് ഏകദേശം 11,000 ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പത്തിൽ ഇത് പരക്കുകയുണ്ടായി. പിന്നീട് കാലക്രമേണ അല്പാൽപമായി വളർന്നാണ് ഇന്ന് കാണുന്ന 16,000 അടി ഉയരത്തിലെ പർവ്വതമായി ടങ്കുറാഹ്യുവ മാറിയത്. ഇനി ഒരിക്കൽ കൂടി പൊട്ടിത്തെറിച്ചാൽ മേഖലയിൽ വൻ നാശനഷ്ടമുണ്ടായിരിക്കും ഉണ്ടാവുകയെന്നും എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലെറ്റേഴ്സ് ജേണലിലെ പഠന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടാകും. പ്രാദേശിക ജനതയുടെ താറുമാറാക്കപ്പെട്ടേക്കാമെന്ന് മുന്നറിയിപ്പുമുണ്ട്. ഇക്വഡോറിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് ടങ്കുറാഹ്യുവ. ഈ സാഹചര്യത്തിൽ പർവ്വതത്തിന്മേൽ കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കണമെന്നും ഗവേഷകർ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.